ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്നും പനി, ചുമ, കഫക്കെട്ട് പോലുള്ള അസുഖങ്ങളാണല്ലേ. അപ്പോൾ ഇതിനുള്ള നല്ലൊരു ഒറ്റമൂലിയാണ് പനിക്കൂർക്ക. പനിക്കൂർക്കയുടെ ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ അത് മതി. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ പനിക്കൂർക്ക ഉണ്ടായിരുന്നു. പക്ഷേ ശരിയായ രീതിക്ക് അത് കെയർ ചെയ്യാത്തത് കാരണം ഇപ്പോൾ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുഞ്ഞിന് ഒരു ഡ്രൈ കഫക്കെട്ടൊക്കെ പോലെയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിക്കലായിരുന്നു. പിന്നെ മനസ്സിലായി ഇത് 2-3 പ്രാവശ്യം ഈ ഒരു റെമഡി ചെയ്തതിന് ശേഷം കുഞ്ഞിന് കഫക്കെട്ടും ആ ഒരു ചുമയൊക്കെ പെട്ടെന്ന് മാറുന്നത് കണ്ട്. അപ്പോൾ ഇപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പനിക്കൂർക്കയുടെ ഇല നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതൊന്ന് ചെറിയ പാനിൽ വെച്ച് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ചാറ് ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കും. അപ്പോൾ നല്ലോണം ഇതിൻ്റെ ചാറ് കിട്ടും. അപ്പോൾ 6 മന്ത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇത് പനങ്കൽക്കണ്ടത്തിലൊന്ന് ചാലിച്ച് കൊടുക്കും. ആ ഒരു ചവർപ്പ് മാറാനാണ് അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണ്, ഒരു 1 ഇയർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കുറച്ച് തേൻ ആഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും. തേൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ചവർപ്പ് മാറാനും നല്ലോണം ഇഷ്ടത്തോടെ കുടിക്കാനും പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ചാറ് നമുക്ക് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ കട്ടൻ ചായയിലോ പിഴിഞ്ഞ് കുടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആശ്വാസം കിട്ടും. 2 നേരം വെച്ച് രാവിലെ രാത്രിയും ഒരു 5 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഈ റെമഡി ചെയ്യുമ്പോൾ തന്നെ മൊത്തം കഫക്കെട്ടും ആ ചുമയൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ ഇല കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ പനി പോലുള്ള അസുഖങ്ങൾ ഒരു പരിധി വരെ തടയാൻ പറ്റുമെന്ന് പറയലുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു റെമഡി കാരണം നമുക്ക് കുഞ്ഞുങ്ങളിലെ കഫക്കെട്ട് പോലുള്ള അസുഖങ്ങൾ എളുപ്പത്തിൽ മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും.